അങ്ങേക്ക് കോടതിയുടെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ചോദ്യങ്ങൾ മാത്രം തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അടുത്തയാഴ്ച എന്ന് ഹിറ്റ്ലർ സിനിമയിൽ ജഗദീഷ് പറയുന്നത് പോലെ പറയുമ്പോൾ ആ ചോദ്യവും ആ മറുപടിയും അങ്ങയുടെ പ്രസിദ്ധമായ കണ്ണുകൾ എന്തുകൊണ്ട് ഇടം പിടിക്കുന്നില്ല? മര്യാദകൾ അങ്ങേ വന്നിട്ട് പറയാമോ? അല്പമെങ്കിലും ജയ്ക്ക് ഇപ്പോൾ രാജു പി നായർക്ക് അങ്ങേക്ക് മറുപടി നൽകാം. അതോടൊപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനം വളരെ ആധികാരികമായ സ്ഥാപനമാണ്, നമ്മൾക്ക് ഒരുവിധ ആക്ഷേപവും ഇല്ല എന്ന് പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോൾ ഒഴിഞ്ഞ പ്രസിഡന്റാണ് PS പ്രശാന്താണ് കേട്ടോ. അപ്പോൾ PS പ്രശാന്തിനെ കൂടി ചോദ്യം ചെയ്യണമെന്ന് ഇവിടെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഈ ഭണ്ഡാരിയെയൊക്കെ ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിലെ പങ്ക് ആരിലേക്കൊക്കെ എത്തുമെന്നതിന്റെ സൂചനയായിട്ട് വേണമെങ്കിൽ ഇതിനെ കണ്ടുകൂടെ? വളരെ ആധികാരികം വിശ്വാസ്യതയുള്ള കമ്പനി എന്ന് PS പ്രശാന്ത് പറഞ്ഞതിനോട് അങ്ങ് എന്ത് പറയുന്നു? അതങ്ങയുടെ ചോദ്യത്തിന്റെ ഏറ്റവും അവസാന ഭാഗമാണല്ലോ. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ഈ കമ്പനിയെ സംബന്ധിച്ച് ആധികാരികതയുടെ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു. അതിനോടുള്ള എന്റെ പ്രതികരണം, ആ പ്രതികരണത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷെ തൊട്ടു മുമ്പ് ബഹുമാന്യനായ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെ നമ്മുടെ പല സഹപാനലിസ്റ്റുകളും അവരുടെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളും എന്നാൽ അല്പം സ്വല്പം രാഷ്ട്രീയം കലർന്നിട്ടുള്ള കാര്യങ്ങളും, കോൺഗ്രസിന്റെ പ്രതിനിധിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ അവസരങ്ങളിലും കോൺഗ്രസ് രാഷ്ട്രീയ ആഭിമുഖ്യത്താൽ അന്ധത ബാധിച്ച ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ വരാറുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ നിലവാരത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്ന് അദ്ദേഹം പ്രതികരിക്കുകയാണ്. എനിക്ക് അത്തരം പ്രതികരണങ്ങളോടൊരു അത്ഭുതവുമില്ല, വിയോജിപ്പുമില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ അവകാശമാണ്. പക്ഷേ അത്തരം കാര്യങ്ങളോട് അധിക നാണയത്തിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങളെങ്കിലും മറുപടി പറയാനും പ്രതികരണം നടത്താനുമുള്ള അവകാശവും അതിനുള്ള അവസരവും ഞങ്ങൾക്ക് തടയേണ്ടതില്ലേ? അതൊരു ചർച്ചയിൽ വന്നിരിക്കുന്ന ആൾക്ക് മാന്യമായി ലഭിക്കേണ്ട അവകാശമാണ്. ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്നില്ല. അദ്ദേഹം എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? അദ്ദേഹം പറയുന്നു എന്റെ ഏതോ സഹപ്രവർത്തകനും. എനിക്ക് മനസ്സിലായിട്ടില്ല, ആങ്കർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്റെ ജില്ലയിൽ എന്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ കേസിൽ പ്രതികളായി ഇന്ന് ജയിലിൽ കിടക്കുന്നുള്ളതെന്ന്? അദ്ദേഹം ആരെയാണ് ഉദ്ദേശിച്ചത്? എനിക്കോ ആങ്കർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആങ്കറോട് ചോദിക്കുകയാണ്, അദ്ദേഹം ആരെയാണ് ഉദ്ദേശിച്ചത്? അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പോ ഇല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് സംഘടിതമായി ചോദിക്കാം. എനിക്കും അങ്ങേക്കും മനസ്സിലായിട്ടില്ല, അങ്ങ് കോൺഗ്രസ് നേതാവ് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം പറയട്ടെ. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായി ഇത്തരം സംവാദങ്ങളിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ഒരു നിലപാടുണ്ടോ? ഇവർക്ക് ഓരോ ദിവസവും ഓരോ നിലപാടല്ലേ? ഇവർക്ക് അതല്ലേ പറയാൻ കഴിയൂ എന്നുള്ളത്. ഞാൻ നിലപാടുധാരകളിൽ രാജകുമാരന്മാരായി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ കേസിന് തുടർച്ചയിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിലപാടുകൾ, ഓരോ ദിവസത്തെയും ഓരോ നിലപാടുകൾ അക്കമിട്ട് ഞാൻ അങ്ങോട്ട് പറയട്ടെ. അങ്ങേക്ക് എന്തായിരിക്കും അക്കാര്യങ്ങളിലെ ഒരു പ്രതികരണം? നിലപാട് തറകളുടെ രാജാവായിട്ടുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ കേസിൽ കേരളത്തിലെ പോലീസ് സംഘത്താൽ നയിക്കപ്പെടുന്ന SITയുടെ അന്വേഷണത്തെയാണോ ആവശ്യപ്പെട്ടത്? അതിനെയാണോ ഏതെങ്കിലും ഘട്ടത്തിൽ സ്വാഗതം ചെയ്യുന്നത്? ഡേറ്റി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്താ ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്ത, ഉലകം ചുറ്റാൻ പോയിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞ CBIയെ വിളിച്ചുകൊണ്ട് വരണം ഈ കേസ് അന്വേഷിക്കാനും പറഞ്ഞതാരാണ്? കേരളത്തിലെ നിലപാടുകളുടെ രാജാവായിട്ടുള്ള പൊന്നുതമ്പുരാൻ പ്രതിപക്ഷ നേതാവാണ്. ഏത്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. എന്നിട്ട് മുൻ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എന്തായിരുന്നു? റിട്ടയർ ആയിട്ടുള്ള ജഡ്ജിമാരെ കൊണ്ടുവന്ന് അന്വേഷിക്കണമെന്നുള്ളത്. അതായത് കേരളത്തിലെ കോൺഗ്രസിന്റെ അനൌദ്യോഗികവും ഔദ്യോഗികവും അതൊക്കെ അവർ പറയട്ടെ, ഞാൻ തീരുമാനിക്കുന്നില്ല. പ്രതിപക്ഷ ധാരയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കന്മാർക്ക് പോലും ഇക്കാര്യത്തിൽ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് രാഹുൽ ഗാന്ധിയും AICCയും തള്ളിക്കളഞ്ഞ വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ പ്രവർത്തക കേന്ദ്രമെന്ന് പറഞ്ഞ CBI വേണം കേരളത്തിൽ വന്ന് ഈ കേസ് അന്വേഷിക്കാൻ. അതായിരുന്നു രാജാവായിട്ടുള്ള നമ്മുടെ കേരള പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. മറ്റൊരു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം ഇത് അവിടെ നിന്നുള്ള റിട്ടയർ ജഡ്ജിമാർ അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു. ഒടുവിൽ എന്താ നടപ്പിലാക്കപ്പെട്ടതോട് ഇപ്പൊ ഇവരുടെ സമീപനം എന്താണ്? അപ്പോ ആ നിലപാടുകളുടെ സ്ഥൈര്യതയ്ക്കുള്ള പത്രം അങ്ങയുടെ കൈവശം തന്നെ ഇരിക്കട്ടെ ബഹുമാനിയായ കോൺഗ്രസ് നേതാവേ. പിന്നെ അതിനുശേഷമോ ഈ വിൽപ്പന നടന്നത് കേരളത്തിന്റെ മുൻ ദേവസ്വം മന്ത്രി സഖാവ് കടകംപള്ളി അറിഞ്ഞുകൊണ്ടാണ് എന്ന കനഗംഭീരമായ പ്രഖ്യാപനം നടത്തിയില്ലേ? കേരളത്തിന്റെ നിലപാടുകളുടെ രാജാവായിട്ടുള്ള ചെറിയ നേതാവല്ലല്ലോ, നമ്മുടെ പ്രധാന നേതാവായിട്ടുള്ള കേരളത്തിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ശ്രീ VD സതീശൻ. എന്നിട്ട് ആ പ്രസ്താവനയെ സംബന്ധിച്ച് കേസ് കൊടുത്തില്ലേ? ആങ്കർക്കറിയില്ലേ? ആ കേസിൽ ഓരോ ദിവസവും കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ്, നിലപാടുകളുടെ രാജാവ് ഓരോ ദിവസവും കോടതിയിൽ ഹാജരായിട്ട് പറയുന്ന എന്താണ്? അത് ഇപ്പൊ തെളിവ് ചോദിക്കില്ല, ഒരു 5 ദിവസം കഴിയട്ടെ. അപ്പൊ 5 ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ സിറ്റിംഗിൽ വന്നപ്പോഴോ അത് ഇപ്പൊ തെളിവ് ചോദിക്കില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. എന്തുകൊണ്ടാണ്? തെളിവ് കൊടുക്കാമെന്ന് പറഞ്ഞ് കോടതിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെളിവുകാരനും പ്രഖ്യാപനവും നടത്തിയ ആളുടെ ചെറിയ ശിക്ഷനാണ് ഈ ചർച്ചയിൽ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾക്കൊക്കെ ഓരോ ദിവസവും നിലപാടല്ലേ? ഓരോ ദിവസവും കോടതി അത് ചോദിക്കുന്നുണ്ടോ? അങ്ങനെയാണോ? 2 കോടിയുടെ മാനനഷ്ട കേസ് എന്ന് പറഞ്ഞിട്ട് അത് 10 ലക്ഷമാക്കി ചുരുക്കിയത് എന്താ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. 2 കോടിയുടെ മാനനഷ്ട കേസ് പിന്നെ എങ്ങനെ 10 ലക്ഷമായി ചുരുങ്ങി? ഇനി കുറയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചതാണ്.
തർക്കമില്ല. അങ്ങ് കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അങ്ങ് ഇടപെട്ട് കണ്ടില്ല. കാരണം എന്താണ്? അങ്ങേക്ക് അതിനോട് വിയോജിപ്പില്ല. ഞാനൊരു ചോദ്യം ചോദിക്കല്ലേ ജയിക്ക്, എന്തൊരു കഷ്ടമാണിത്. പക്ഷേ ഞാൻ കേട്ട കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കല്ലേ? ആ ചോദ്യം മറ്റേതിലും എനിക്ക് ചോദിക്കാനുണ്ട്. ഈ CBI പറയുമ്പോൾ നിങ്ങൾ സോളാർ കേസിലും CBIക്ക് വിടുകയായിരുന്നല്ലോ. എന്തൊക്കെ വൃത്തികെട്ട ഏജൻസി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഏജൻസിക്ക് നിങ്ങളെ വിട്ടല്ലോ. അതാണ് ആരാവശ്യം അല്ല. അതെ അതെ അല്ല, ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് ദയവ് ചെയ്ത് ഇത്തരത്തിൽ ചോദ്യം ചോദിച്ച് കോൺഗ്രസ്സുകാരനോട് ചോദ്യം ചോദിക്കാതിരിക്കുകയും ഇടതുപക്ഷക്കാരോട് മാത്രം അങ്ങേക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് ചോദിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് നിരന്തരം ഇടപെട്ട് ചോദ്യം ചോദിച്ച് മറുപടി പറയാൻ അവസരം തരാതിരിക്കുകയും ചെയ്യുന്ന ഈ ഏർപ്പാട് അങ്ങേക്ക് സ്ഥിരമുള്ളതാണ്. പക്ഷെ ആ ഏർപ്പാടിന് വന്ന് ഇരുന്ന് തരാൻ അങ്ങ് ദയവ് ചെയ്ത് ഞങ്ങളെ നിർബന്ധിക്കരുത്. ഞങ്ങൾ ആരും അങ്ങേക്ക് പത്രം അങ്ങോട്ട് ആവശ്യപ്പെട്ട് എഴുതി തന്നിട്ട് ഞങ്ങളെ ഈ രാത്രി ചർച്ചയ്ക്കൊന്ന് വിളിച്ചിരുത്തണം അങ്ങനെ ആവശ്യപ്പെട്ട് വരുന്നതല്ലോ. അങ്ങയുടെ ചാനലിൽ നിന്നും ആവശ്യം ഇങ്ങോട്ട് വന്നത് പ്രകാരം സ്വീകരിച്ച് വന്നിരിക്കുന്നവരല്ലേ, അവരോട് അങ്ങ് മര്യാദകേട് കാണിക്കരുതെന്നാണ് പറഞ്ഞത്. അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണ്? അങ്ങേക്ക് ഈ പ്രതിപക്ഷ നേതാവിനെതിരെ കൊടുത്തപ്പെട്ട മാനനഷ്ട കേസിൽ 1-2 ചോദ്യങ്ങൾ അങ്ങ് കേട്ടിട്ടുള്ളൂ. ആ കേസ് 3 തവണ മാറ്റിവെച്ചു. കോടതിയുടെ സിറ്റിംഗ് ജഡ്ജി ചോദിച്ചു, എവിടെ തെളിവ്? അങ്ങ് ആ ചോദ്യം കേട്ടില്ല. എവിടെ തെളിവ്? രണ്ടാമത് ചോദിച്ചു, അങ്ങ് ആ ചോദ്യം കേൾക്കില്ല. അങ്ങേക്ക് കോടതിയുടെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ചോദ്യങ്ങൾ മാത്രം, തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അടുത്തയാഴ്ച എന്ന് ഹിറ്റ്ലർ സിനിമയിൽ ജഗദീഷ് പറയുന്നത് പോലെ പറയുമ്പോൾ ആ ചോദ്യവും ആ മറുപടിയും അങ്ങയുടെ പ്രസിദ്ധമായ കണ്ണുകൾ എന്തുകൊണ്ട് ഇടം പിടിക്കുന്നില്ല? എനിക്ക് ആശങ്കയുണ്ട്, എനിക്ക് സംശയമുണ്ട്. സൗകര്യം കിട്ടുമ്പോൾ അങ്ങ് ആ കോടതിയിൽ പോയി ഈ ജഡ്ജിയുടെ പ്രതികരണങ്ങൾ കൂടെ ചോദിക്കണം. കേരളത്തിന്റെ നിലപാടുകളുടെ രാജാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഈ കേരളത്തിന്റെ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിക്കെതിരെ നട്ടാക്കുരുക്കാത്ത പച്ചക്കള്ളം പറഞ്ഞിട്ട് അതിന് തെളിവ് കോടതി ചോദിക്കുമ്പോ അടുത്ത ആഴ്ച ആ ചോദ്യവും ആ പ്രതികരണവും അങ്ങ് കാണില്ല. അങ്ങയുടെ കാഴ്ച സവിശേഷകരമാണ്. അങ്ങയുടെ കാഴ്ച അഭിമാനകരമായ വിധം അങ്ങ് സവിശേഷമായ കാഴ്ചയിൽ നമ്മളിപ്പോൾ കാണുന്നത് ഹൈക്കോടതി വിമർശനമാണല്ലോ ജേക്ക്. സവിശേഷമായ കാഴ്ചയിൽ നമ്മൾ കാണുന്നത് ജയിലിനകത്ത് കിടക്കുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണല്ലോ. ആ സവിശേഷമായ കാഴ്ച തുടരുകയാണല്ലോ. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം ഇന്നും തുടരുകയാണല്ലോ. ഈ ദിവസവും തുടരുകയാണല്ലോ. സമയമായിട്ടില്ല മുഹൂർത്തമായിട്ടില്ല എന്നതാണോ? അങ്ങേക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ആ ചോദ്യങ്ങൾ നല്ലതാണ്. ഞാനതിന് മറുപടിയിലേക്ക് വരിക തന്നെ ചെയ്യാം. അപ്പൊ കോൺഗ്രസ് നേതാവിന്റെ CBIയെ സംബന്ധിച്ചുള്ള നിലപാട്, നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ സംബന്ധിച്ചുള്ള നിലപാട്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് തെളിവ് എവിടെ എന്ന് ചോദിച്ചിട്ട് 3 തവണ കൈമലർത്തി കാണിച്ച്, ഏത് ഹൈക്കോടതിയുടെ 6 മാസങ്ങൾക്ക് പുറകിലുള്ള പ്രസിദ്ധമായ നിരീക്ഷണം ഉണ്ടല്ലോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച്, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടാൻ സ്വാഭാവികമായി സാധ്യതയില്ല. ദിസ് ഇസ് നോട്ട് പബ്ലിക് പബ്ലിസിറ്റി ലക്ഷ്യമാക്കിയുള്ള ഹർജിയാണ്. അപ്പൊ ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. അപ്പോ ഈ കാര്യങ്ങളിലൊക്കെ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാടുകളുടെ കനം, നിലപാടുകളുടെ രാജാവായിരിക്കാനുള്ള യോഗ്യത ഞങ്ങളാലല്ല, വിവിധ കോടതി ജഡ്ജിമാരാൽ തന്നെ അംഗീകാരത്തിന്റെ താമരപത്രം കിട്ടിയിട്ടുള്ളതാണ്. ആ താമരപത്രം വാങ്ങി ചൊക്കത്ത് വെച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ ചെറിയ അനുചരനായിട്ടുള്ള കോൺഗ്രസ് നേതാവും നമ്മുടെ ചർച്ചയിൽ വന്നിരുന്നിട്ട് നിലപാടുകളൊക്കെ ഒരു സ്ഥൈര്യത വേണ്ടേ എന്ന് എന്നോട് ചോദിക്കുന്നത്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്താണ്? ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ കൊച്ചുകുട്ടികൾ പോലും പാട്ടുപാടി നടക്കുകയാണെന്ന്. അല്ലേ? ഞാൻ തിരിച്ചേ ആ പാട്ടിന്റെ വരികളെ കുറിച്ച് ഞാൻ തിരികെ ചോദിച്ചുള്ളൂ. അങ്ങയുടെ 10 ജൻപതിൽ കയറി ഈ അമ്പലം വിഴുങ്ങിയുമായി കയറിപ്പോകാനുള്ള ബന്ധം പത്തനംതിട്ട MP ആന്റോ ആന്റണിക്ക് എന്താണ്? UDFന്റെ കൺവീനർ അടൂർ പ്രകാശിന് എന്താണ്? സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ അമ്പലം വിഴുങ്ങി 10 ജൻപതിൽ പോയി കയറി കെട്ടിക്കൊടുത്ത ബ്രേസ്ലെറ്റ് ആണോ? അതിൽ സ്വർണ്ണമുണ്ടായിരുന്നോ അതോ അതിൽ ചരടായിരുന്നോ? മാറിയ ഉപകാരങ്ങൾ എന്താണ്? സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഈ അമ്പലം വിഴുങ്ങിയിൽ നിന്ന് 10 ജൻപതിനെ അടച്ചിട്ട മുറിയിൽ സ്വീകരിച്ച ഉപകാരത്തിന്റെ കനമെന്താണ്? അതും നാട്ടിലെ കുട്ടികൾ പാട്ടുപാടി നടക്കുന്നുണ്ട്. പിന്നെ തട്ടിപ്പ്, വയനാട്ടിലെ വീടുകളുടെ തട്ടിപ്പ് കൊണ്ടുണ്ടാക്കിയ പണം എവിടെ പോയി? ഈ വിഷയത്തിലേക്ക് നിലപാടുകളുടെ കാര്യം പറയുമ്പോഴേ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നതെന്ന് സാങ്കത്യമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലെ വരെ ഈ പാരഡിയുമായി ബന്ധപ്പെട്ട് അത് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാമല്ലോ. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. രാജു എബ്രഹാമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തത്. എന്നിട്ട് ഇന്നേക്ക് എന്താണ് പറയുന്നത്? എന്ത് പരാതി വന്നാലും മേലേക്ക് വിടണ അത് അപ്പം തന്നെ കളഞ്ഞേക്കാനാ പറഞ്ഞത്. കയ്യോടെ എടുത്ത് കളയാനാ പറഞ്ഞത്. ഞങ്ങൾ ആരെങ്കിലും ആണോ? പാട്ടിനെ സംബന്ധിച്ച് നിങ്ങളുടെ നിലപാട് അറിഞ്ഞേ. കേസിനാസ്പദമായ സംഭവം ചർച്ച ചെയ്ത് എപ്പോഴാണ്? പാർട്ടി തന്നെ അതിലൊരു നിലപാടെടുത്തപ്പോഴാണ്. പാർട്ടി നേതാക്കൾ തന്നെ അതിൽ പ്രതികരിച്ചപ്പോഴാണ്. പാർട്ടി നേതാക്കൾ നിലപാട് പറഞ്ഞപ്പോഴാണ് ജയ്.
അങ്ങ് ഇത്രയുള്ളൂ എന്റെ ചോദ്യം. അങ്ങ് പറഞ്ഞ പിൻവലിക്കപ്പെട്ട കേസുകളെ സംബന്ധിച്ചുണ്ടല്ലോ, ആ പിൻവലിക്കപ്പെട്ട കേസിനെ സംബന്ധിച്ച് പരാതി കൊടുത്തത് ആരാണ്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ആയിരുന്നോ, അതോ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നോ? ഇതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തത് ആത്മീയത പുറപ്പെട്ടിരുന്നു, പാതി വഴിയിൽ തിരിച്ചു വിളിച്ചോ, നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ മതി കേട്ടോ. തിരിച്ചെത്താം. രാജു പി നായർ മറുപടി നൽകണം ജയ്ക്ക് ചോദിച്ച ചോദ്യത്തിന്. ഇടവേളയ്ക്ക് ശേഷം പ്രശ്നം എങ്ങനെയെങ്കിലും ഈ ആത്മീയ സംഘടന കൊടുത്ത പരാതി അങ്ങയുടെ കണ്ണിൽ പെടില്ല. ആത്മീയ സംഘടനയുടെ സെക്രട്ടറി പറഞ്ഞ പ്രതികരണം അങ്ങയുടെ കണ്ണിൽ പെടില്ല. എന്ന് അങ്ങ് വ്യാഖ്യാനിക്കുന്ന മാത്രമാണ് അങ്ങയുടെ ശ്രദ്ധയിൽ. ശ്രീ രാജു പി നായർ, അങ്ങേക്ക് ജയ്ക്കിന് മറുപടി നൽകാം. പ്രതിപക്ഷ നേതാവ് കോടതിയിൽ മാറ്റി മാറ്റി പറയുന്നു എന്നുള്ളതാണ്. കോടതിയിൽ പോയിട്ട് എന്നെ സ്വർണം കെട്ടവനൊന്നും വിളിക്കാതിരിക്കുമെന്ന് ദയനീയമായി പറഞ്ഞ ആളുടെ പേരാണ് കടകംപള്ളി സുരേന്ദ്രൻ, ഇല്ലേ? കോടതിയിൽ കേസ് കൊടുത്തതിന് ശേഷം പുറത്തു നിന്നിട്ട് കോടതിക്ക് പുറത്തുണ്ട് തെളിവാണ് മിസ്റ്റർ ജയ്ക്ക് അങ്ങ് ഇനിയെങ്കിലും ഒരു മര്യാദ കാണിക്കും, മാന്യത കാണിക്കും. ഈ പൊട്ടത്തരം മുഴുവൻ വിളിച്ചോട്ടെ, എനിക്ക് മറുപടി പറയാം, സമയം തരൂ. മനസ്സിലായില്ലേ? എന്തായാലും കേസ് കൊടുത്തപ്പോ 1,80,00,000 മാനം പോയവരാണ്. കേസ് കൊടുത്തപ്പോ 1,80,00,000 അഭിപ്രായം പറയുമ്പോൾ അത് മര്യാദയാണോ? അല്പമെങ്കിലും നാണങ്ങളുള്ള എയർപോർട്ടിൽ വിള ചോദിച്ച പൊട്ടനാവല്ലേ? അല്ലെ, സ്വന്തം നേതാവ് ആ തിരുവനന്തപുരം എയർപോർട്ടിൽ വിള എനിക്ക് അത്ര പറയാനുള്ളൂ. പറയുന്നത് കോൺഗ്രസ്സുകാരനായ നിലപാടില്ലായ്മ എന്ന് പറയുന്നത് ഇതാണ്. എന്തൊരു മോശമാണ് ഈ കാര്യങ്ങൾക്കകത്ത് അല്പം മര്യാദ കാണിക്കാം. അങ്ങ് വിളിച്ചു വരുത്തിയ ചർച്ചയിലും പറയാൻ അങ്ങയുടെ സവിശേഷ കാഴ്ചയിൽ പെടില്ലേ? അത് പറഞ്ഞ ശേഷം മറുപടി പറയട്ടെ. കേട്ടല്ലോ? അല്ല, അതാ പറഞ്ഞത്. സോണിയാഗാന്ധിയുടെ മീറ്റിംഗിൽ തട്ടിപ്പിന് ആധികാരികമായിട്ട് എടുക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നത് സംശയമുണ്ടെങ്കിൽ ഈ ഫോട്ടോ പിണറായി വിജയൻ സംഘവുമായിട്ട് 100 കണക്കിന് കോടി രൂപയുടെ കച്ചവടം ഉറപ്പിക്കുന്ന മനോഭാവമല്ലേ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്, ഇല്ലേ? 100 കണക്കിന് കോടി രൂപയുടെ അന്താരാഷ്ട്ര വിഗ്രഹമോഷണ കയ്യിൽ കാണുന്നത് ബ്രേസ്ലെറ്റ് ആണോ എന്നുള്ള സംശയം. പിന്നെ ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ കോടതി SIT രൂപപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി, കോടതി SIT രൂപപ്പെടുത്തി അന്വേഷണം നടക്കട്ടെ, ഇല്ലേ? ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോ ഇപ്പൊ അകത്ത് കിടക്കുന്നത് അങ്ങയുടെ സഹപ്രവർത്തകരല്ലേ? അങ്ങയുടെ സഹപ്രവർത്തകർ 2 പേരല്ലേ? 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായാൽ, 1 പ്രാവശ്യം MLA ആയാൽ അല്ലേ അകത്ത് കിടക്കുന്നത്? CITയുടെ നേതാക്കന്മാരല്ലേ അകത്ത് കിടക്കുന്നത്? സാധനം വീടിനും പോയിട്ടുണ്ടോ? ഉളുപ്പെന്ന് പറയുന്ന സാധനം പോയിട്ടുണ്ടോ? അല്ല, സത്യമല്ലേ? അങ്ങയുടെ പത്മകുമാർ നിങ്ങളുടെ സഹപ്രവർത്തകനല്ലേ? അല്ലേ? ജെക്സി തോമസ് പറ. നോക്കൂ, ഈ കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഇതിലൊരു വാക്കിൽ പിടിച്ചുകൊണ്ട് അതിൽ തൂങ്ങി ചർച്ച ബഹളത്തിൽ അവസാനിപ്പിക്കുന്ന നല്ല തന്ത്രമാണ്. ആ തന്ത്രമാണ്, ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കൃത്യമായി ലഭിച്ചോ എന്നൊരു ചർച്ച അവസാനിക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിരുത്തി ആലോചിക്കാം. തിരുവനന്തപുരം എയർപോർട്ടിന് വില ചോദിച്ചതാണോ? എയർപോർട്ട് വില ചോദിച്ചതാണോ? ഞാൻ ചോദിക്കുന്നുള്ളൂ. ശരി. അങ്ങനത്തെ
അങ്ങ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ വില ചോദിച്ചതാണോ സർക്കാർ? കോൺഗ്രസ് നേതാവിന്റെ നിലവാരം കുറഞ്ഞ വർത്തമാനങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ആളുകൾ കാണും. ഞാൻ അങ്ങ് നിലപാടിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ശരി നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ നിലപാടിനെ ചോദിച്ചാണ്. അങ്ങ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ വില ചോദിച്ച ആളല്ലേ അങ്ങ്? ശരി, സമയം കഴിഞ്ഞു.